അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രാഈലുകാർക്ക് ചെയ്ത നിഅമത്തുകളെക്കുറിച്ചും അവരുടെ ധിക്കാരങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ആയത്തുകളിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അതിക്രമമായി അവർ പ്രവർത്തിച്ച കാര്യമായിരുന്നു ഒരു പശുക്കുട്ടി ആരാധിച്ചു എന്നത്. അതിനെക്കുറിച്ചും അതോടൊപ്പം അതിനുള്ള തൗബയായി അവരോട് പരസ്പരം വധിക്കാൻ കൽപ്പിച്ച കാര്യത്തെക്കുറിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിച്ചത്. ഈ ചരിത്രം യഥാർത്ഥത്തിൽ നിലവിലെ തൗറാത്തിലുണ്ട്. നിലവിൽ അവർ തൗറാത്താണെന്ന് പറയുന്ന അവരുടെ പഴയ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. ഈ വിഗ്രഹത്തെ ആരാധിച്ച ചരിത്രം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇവർ ആ ചരിത്രം അത് അങ്ങേറ്റം വക്രീകരിച്ച രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ അടുത്ത് ഈ വിഗ്രഹം നിർമ്മിച്ച ആൾ ഹാറൂനാണ് അലൈഹി സ്വലാത്തു വസ്സലാം. വിഗ്രഹം നിർമ്മിച്ചത് തൗറാത്ത് പ്രകാരം ഹാറൂൻ നബിയാണ്. സാമരിയെക്കുറിച്ച് പരാമർശമേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടൊപ്പം അവരോട് ഈ കാര്യം കൽപ്പിക്കപ്പെട്ടത്, ഈ പരസ്പരം വധിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യവും അതിലുണ്ട്. അവരുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 3000-ഓളം ആളുകൾ അന്ന് മരിച്ചു എന്നാണ്. ഒരാൾ സ്വന്തം സഹോദരനെയും മകനെയും കൊല്ലണം എന്നുള്ള ചരിത്രം പഴയ വേദത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മുഹൈമിനായിക്കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പഴയകാല വേദഗ്രന്ഥങ്ങളിൽ ഇവർ വരുത്തിയ തിരുത്തുകളും ഇവർ വരുത്തിയ കള്ളത്തരങ്ങളും കൈകടത്തലുകളും അത് തിരുത്തിക്കൊണ്ടും അതോടൊപ്പം അതിലുള്ള സത്യം സംരക്ഷിച്ചുകൊണ്ടുമാണ് ഖുർആൻ അവതരിച്ചത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ചരിത്രങ്ങൾ. യഹൂദർ അവരുടെ ചരിത്രം അങ്ങേറ്റം വക്രീകരിച്ചിട്ടുണ്ട്. ഇത്തരം ചരിത്രം ഒരു നബിയെക്കുറിച്ചാണ് വിഗ്രഹം ഉണ്ടാക്കിയെന്നവർ പറഞ്ഞത്. ഒരു നബിയെക്കുറിച്ചാണ് വിഗ്രഹം ഉണ്ടാക്കിയെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര കടുത്ത ആരോപണമാണ് നോക്കൂ. അതിന് കാരണമായി തീർന്നത് അല്ലാഹു അഅലം പിൽക്കാലത്ത് ഹാറൂൻ നബിയുടെ പരമ്പരയിൽ ഉണ്ടായിരുന്ന ആളുകളോടുള്ള ഇവരുടെ വിദ്വേഷമായിരുന്നു അതിന് കാരണമായത് എന്ന് ചിലർ ഇവരുടെ കൂട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ചരിത്രം ഇവർ വികലമാക്കാനുള്ള കാരണം ഹാറൂൻ നബിയുടെ വംശപരമ്പരയിൽ വന്ന ആളുകളോടുണ്ടായിരുന്ന വിദ്വേഷം കാരണമാണ് ഹാറൂൻ നബിയെ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം മോശമാക്കിയത് എന്ന് ഇവരുടെ പണ്ഡിതന്മാർ തന്നെ ചിലരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുവന്നാലും ഈ ചരിത്രം, ഖുർആനിലുള്ള ഈ ചരിത്രം വികലമായ രൂപത്തിൽ എവിടെയുണ്ട്? പഴയ വേദത്തിൽ ഉണ്ട്, പഴയ നിയമ പുസ്തകത്തിലുണ്ട്. ഇനി ഈ പറയുന്ന ചരിത്രവും അതിലുണ്ട്. അതും ഇതുപോലെ തന്നെ വികലമാക്കിയിട്ടുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ ഫഅഖദത്കുമുസ് സാഇഖതു വഅൻതും തൻസുറൂൻ. വഇദ് ഖുൽതും അർത്ഥം ഞാൻ പറയേണ്ടതില്ല, എനിക്കറിയാം അല്ലേ. ഇതുവരെ നമ്മൾ പലതവണ ഇത്തരം വാക്കുകൾ അർത്ഥം പറഞ്ഞാണ്. അത് പറയാം അല്ല, അതുകൊണ്ടാണ് വഇദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ ഓർക്കുക. ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക, പറഞ്ഞൊരു സാഹചര്യം നിങ്ങൾ സ്മരിക്കുക. ഖുൽതും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇത് ഖുൽതും യാ മൂസ, അല്ലയോ മൂസ. യാ എന്നുള്ളത് വിളിക്കാൻ വേണ്ടി പറയുന്നത്, ആരെയും വിളിക്കാൻ വേണ്ടി. യാ മുഹമ്മദ്, യാ സെയ്ദ്, യാ മൂസ, അല്ലയോ മൂസ. ഇത് ഖുൽതും യാ മൂസ, നിങ്ങൾ പറഞ്ഞു, മൂസ എന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് മൂസയോട് പറഞ്ഞത്? ലൻ നുഅ്മിന ലക. ലൻ നുഅ്മിൻ, അതാ ലൻ നുഅ്മിൻ. ലൻ നമ്മൾ എടുത്തല്ലേ വാക്ക്? ഞങ്ങൾ ചെയ്യില്ല അല്ലേ. എന്താ ലൻ നുഅ്മിൻ്റെ അർത്ഥം? നമ്മൾ പഠിച്ച എല്ലാ നിയമയിലുണ്ട്. ലന്നു വന്നപ്പോൾ നുഅ്മിനക്ക് എന്ത് വന്നു? ഫത്ത് വന്നു. ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ലൻ നുഅ്മിന ലക. ആമന ബി എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ആമന ബില്ലാഹ് എന്ന് പറയും. ആമന ബിർ റസൂൽ, ആമൻതു ബില്ലാഹ്. ആമന ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, അള്ളാഹുൽ വിശ്വസിക്കുക, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുക, അവൻ പറഞ്ഞതിൽ വിശ്വസിക്കുക, അങ്ങനെ അത് പറയുന്നതിനാണ് ആമന ബി എന്ന് പറയും. എന്നാൽ ആമന ലി എന്ന് പറയുന്നത് ലാമു കൊണ്ട് ഈ വാക്ക് തഅദ്ദിയായി കഴിഞ്ഞാൽ ആമന ലി എന്ന് പറഞ്ഞാൽ ഒരാളെ സത്യപ്പെടുത്താതിരിക്കുക. നീ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുകയില്ല. ലൻ നുഅ്മിന ലക, ഞങ്ങൾ നീ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുകയില്ല. നീ പറയുന്നതിൽ ഞങ്ങൾ നിന്നെ സത്യപ്പെടുത്തുകയില്ല, അതാണ് അവിടുത്തെ അർത്ഥം. അല്ലാതെ നിന്നിൽ വിശ്വസിക്കില്ല, നീ പ്രവാചകനാണെന്ന് പറയില്ല എന്നല്ല. പിന്നെ നീ പറയുന്നത് ഞങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുകയില്ല, എൻ്റെ സത്യസന്ധതയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതിന് സമാനമായ ആയത്ത് സൂറത്ത് യൂസുഫിലുണ്ട്. മക്കൾ വാപ്പാനോട് പറഞ്ഞത് വമാ അൻത
ബിമുഅ്മിനിൻ ലന. കണ്ടില്ല, അവിടെ ലാമാണ്. വമാ അൻത ബിമുഅ്മിനിൻ ലന. വാപ്പ നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാപ്പയാണെന്ന് വിശ്വാസമില്ല എന്നാണോ? അങ്ങനെയല്ലല്ലോ അതിൻ്റെ അർത്ഥം. വമാ അൻത ബിമുഅ്മിനിൻ ലന എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വമാ അൻത ബിമുസദ്ദിഖിൻ ലന. താങ്കൾ ഞങ്ങളെ ഒരിക്കലും സത്യപ്പെടുത്തുകയില്ല, ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് താങ്കൾ അംഗീകരിക്കുകയില്ല. വലൗ കുന്ന സാദിഖീൻ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ. അല്ല, അർത്ഥ വ്യത്യാസം മനസ്സിലായെങ്കിൽ ആമന ലി എന്ന് പറയുന്നതും ആമന ബി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. രണ്ട് ഹർഫുകൾ കൊണ്ടാണ് ആ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണം ഈ ഹർഫ് മാത്രമാണ്. ആമന ലി, ആമന ബി. ആമന ബി എന്ന് പറയുമ്പോൾ അള്ളാഹുൽ വിശ്വസിച്ചു അങ്ങനെയൊക്കെ പറയില്ലേ, അതിനാണ് ആമന ബി എന്ന്. ഇത് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക, അല്ലയോ മൂസ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നതല്ല, നിന്നെ സത്യപ്പെടുത്തുന്നതല്ല. ഹത്താ നറല്ലാഹ ജഹറതൻ, ഹത്താ വരെ, ഏതുവരെ? ഹത്താ നറ, ഞങ്ങൾ കാണുന്നത് വരെ. ഹത്താ നറല്ലാഹ, ആരെ കാണുന്നത് വരെ? അള്ളാഹുവിനെ കാണുന്നത് വരെ. ജഹ്റതൻ, ജഹ്റതൻ, നിങ്ങൾ കേട്ടില്ലേ മറ്റേ സിർറൻ വ ജഹ്റൻ. വെളിപ്പ്, കണ്ണിന് നേർക്ക് നേരെ പരസ്യമായി കാണുന്നത് വരെ, പ്രത്യക്ഷമായി കാണുന്നത് വരെ. പ്രത്യേകം പറയാൻ കാരണം കൽബിലൊന്നും കണ്ടാൽ പോരാ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടാൽ പോരാ, അല്ലെങ്കിൽ ചിന്തയിൽ വന്നാൽ പോരാ, പിന്നെ കണ്ണുകൊണ്ട് തന്നെ കാണണം. ഹത്താ നറല്ലാഹ ജഹറതൻ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നേരെ വെളിച്ചത്തിൽ കാണുന്നത് വരെ നിന്നെ ഞങ്ങൾ സത്യപ്പെടുത്തുകയില്ല. എങ്ങനെ ഒരു മനുഷ്യന് ഒരു നബിയോട് മുഖത്ത് നോക്കിയിട്ട് പറയാൻ സാധിക്കുക? ഏത് തരം അതിക്രമമായിരിക്കണം അവർ ചെയ്തത്? ഇത് പറഞ്ഞതാകട്ടെ ഇൻഷാ അല്ലാഹ് തഫ്സീൽ നമ്മൾ പറയാം, അതിനൊരു സന്ദർഭമുണ്ട്. ഫഅഖദത്കുമു സ്സാഇഖതു, സബബിയത്താൻ, അതു കാരണത്താൽ. വെറും അപ്പോൾ എന്നല്ല, മറിച്ച് നിങ്ങളിത് പറഞ്ഞതു കാരണത്താൽ, ഇത് നിങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കാരണത്താൽ, ഈ പറഞ്ഞത് കാരണത്താൽ. ഫഅഖദത്കും, നിങ്ങളെ പിടികൂടി. അഖദത്ത് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? സാഇഖത്ത് മുഅന്നസാണ്, അതുകൊണ്ടാണ് അഖദത്ത് എന്ന് പറഞ്ഞത്. ഫഅഖദത്കും, നിങ്ങളെ പിടികൂടി. അസ്സാഇഖതു, സാഇഖ. സാഇഖ രണ്ട് അർത്ഥം പറയാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഇടുത്തി, മുന്നേ ആഴ്ച വന്നിട്ടുണ്ട്. എവിടെ വന്ന്? ജാലൂന അസാബിഅഹും ഫി ആദാനിഹിം മിന സവാഇഖി. അവിടെ അതെന്താണ്? അവിടെ ജമഅൻ, ഇവിടെ മുഫ്രദാൻ. ഫഅഖദത്കും അസ്സാഇഖതു, അപ്പോൾ നിങ്ങളെ ഇടുത്തി പിടികൂടി. സാഇഖത്ത് രണ്ട് അർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്ന് ഇടുത്തി എന്ന അർത്ഥത്തിൽ, രണ്ട് കഠിനമായ ശബ്ദം എന്ന അർത്ഥത്തിൽ. ചിലർ പറഞ്ഞു ഇത് രണ്ടിനും ഒരുമിച്ച് ഉപയോഗിക്കും. ഷൻഖീത്തി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഇത് രണ്ടും ഒരുമിച്ച് ഉദ്ദേശമാണ്. അതായത് ഒരേ സമയം ഇടുത്തി വന്നു, അതിനോടൊപ്പം ഈ ശബ്ദവും ഉണ്ടായിട്ടുണ്ട്. കാരണം ഖുർആനിൽ വേറെ ചില സ്ഥലങ്ങളിൽ ഈ സാഇഖത്ത് എന്നതിന് പകരം അള്ളാഹു പ്രയോഗിച്ചത് ഫഅഖദത്ഹും അർറജ്ഫത്ത് എന്നാണ്. ഫഅഖദത്ഹും അർറജ്ഫ. വേറെ സ്ഥലത്ത് സാഇഖത്തിന് പകരം റജ്ഫ എന്ന വാക്കാണുള്ളത്. റജ്ഫത്ത് എന്ന് പറഞ്ഞാൽ വിറയലാണ്, ഭൂമി വറക്കുന്നതിന്. ശബ്ദം, കഠിനമായ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരേ സമയം ഈ വിറയും ഉണ്ടാകും, അതോടൊപ്പം ഇടുത്തി വീഴുകയും ചെയ്യും. ഫഅഖദത്കും അസ്സാഇഖ, അങ്ങനെ നിങ്ങളെ ഈ ഇടുത്തി പിടികൂടി. വഅൻതും തൻദുറൂൻ, വഅൻതും തൻദുറൂൻ, വഅൻതും, ഈ ഇതിപ്പോൾ എത്രാമത്താണ് വഅൻതും തൻദുറൂൻ വരുന്നത്? വേറെ എവിടെ വന്നത്? വഇദ് ഫറഖ്നാ ബിക്കും അൽ-ബഹർ, അവിടെ വന്നില്ലേ? വനജ്ജയ്നാക്കും അൻതും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. അതേ പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. വേറെ സ്ഥലത്ത് കൂടി വന്നില്ലേ വഅൻതും തൻദുറൂൻ? അതിൽ തന്നെ വഅൻതും ളാലിമൂൻ. അതേ രീതിയാണ് ഇവിടെയും ഉള്ളത്. അതൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ എന്ത് പിടികൂടി? ഇടുത്തി പിടികൂടി. ആയത്തിലൊരു ഇഷ്കാൽ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അവർ ചിലർ പറഞ്ഞു ഖദത്കും അസ്സാഇഖ, നിങ്ങളെ ഇടുത്തി പിടികൂടി. അൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇടുത്തി പിടികൂടുന്ന സമയത്ത് എങ്ങനെ നോക്കും? എന്താണ് ഈ നോക്കുന്നത്? രണ്ട് തഫ്സീറുണ്ട്. ചിലർ പറഞ്ഞു പിന്നെ ഇടുത്തി ഒരു വിഭാഗത്തെ ഒന്നടങ്കം ഒറ്റയടിക്ക് നശിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവരിൽ ചിലർക്ക് ഇടുത്തി വീഴുമ്പോൾ മറ്റു ചിലർ ജീവനോടെയുണ്ട്. അപ്പോൾ ഇടുത്തി വീഴുന്നത് അവർ നോക്കിക്കാണുന്നുണ്ട്. അവരിൽ ചിലർ
മറ്റു ചിലരുടെ മേൽ ഇടുത്തി വീഴുന്നത് നോക്കിക്കാണുന്നുണ്ട്. രണ്ടാമതുള്ളൊരു തഫ്സീർ, അവർ പരസ്പരം മരണം നോക്കിക്കാണുന്നുണ്ട്. ഇടുത്തി നോക്കുന്നു എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു തഫ്സീർ തന്നെ, അവരിൽ മറ്റു ചിലർ മരിക്കുന്നത് അവരുടെ കണ്ടുകൊണ്ടിരിക്കുകയാണിത് സംഭവിച്ചത്. രണ്ട് തഫ്സീറുണ്ട്. ثم بعثناكم من بعد موتكم لعلكم تشكرون. ثم പിന്നീട്, അതിനുശേഷം നിങ്ങളെ ഈ ശിക്ഷ പിടികൂടി, നിങ്ങളെ ഇടുത്തി പിടികൂടിയതിന് ശേഷം സുമ്മ ബഅസ്നാക്കും, നാം നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. ബഅസ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കുക. ബഅസ്ന, നാം പുനരുജ്ജീവിപ്പിച്ചു. ബഅസ്നാക്കും, നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. മിൻ ബഅദി മൗതിക്കും, മിൻ ബഅദി മൗതിക്കും, മിൻ ബഅദ് ശേഷം, മൗതിക്കും നിങ്ങളുടെ മരണത്തിന് ശേഷം. ഈ ആയത്ത് ചില ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ചിലർ പറഞ്ഞു ഇവിടെ ബനൂ ഇസ്രാഈലുകാർ അവർ മരിച്ചതിന് ശേഷം ജീവിക്കുകയല്ല ചെയ്തത്, പിന്നെ അവർക്ക് ഇടുത്തി വീണപ്പോൾ ബോധക്ഷയമുണ്ടായി, അതിനുശേഷം അള്ളാഹു അവരെ ഉണർത്തുകയാണ് ചെയ്തത് എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. വിശദീകരണം ശരിയല്ല. കാരണം അള്ളാഹു ഖുർആൻ നേർക്കേറെ പറയും ബഅദി മൗതിക്കും. മൗത്ത് എന്നത് മരണത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. മാത്രമല്ല ഇവിടെ അള്ളാഹു പറഞ്ഞത് ബഅസ്നാക്കും എന്നാണ്, നിങ്ങളെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നാണ്. ബഅസ് എന്നുള്ളത് പൊതുവെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇതിന് സമാനമായ ഒരു കാര്യം മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴുണ്ടായത്? അതല്ല, അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലേ ആയത്തിൽ ഫഖറ മൂസ സഇഖ, മൂസാ നബി ബോധക്ഷയനായി വീണു എന്നുള്ള ആയത്ത്. അതിലുള്ളത് ബഅസ എന്നല്ല, പിന്നെ അഫാഖ എന്നാണ്. അഫാഖ വലമ്മ അഫാഖ, അഫാഖ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു. അവിടെ ബഅസ എന്നുള്ള പ്രയോഗമില്ല, അവിടെ മരിച്ചു എന്നുള്ള പ്രയോഗമില്ല, ബോധക്ഷയമാണ്. അപ്പോൾ ഇവിടെയുള്ള സഅഖ് കൊണ്ട് ഉദ്ദേശം മരണമാണ്. ഒരു മരിച്ചു വീണു. മരിച്ചതിന് ശേഷം ثم بعثناكم من بعد موتكم لعلكم تشكرون. എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? നിങ്ങൾ നന്ദി. രണ്ട് സ്ഥലത്തായി ഇതേ ശൈലി. എവിടേക്ക് വന്നു? ثم عفونا عنكم من بعد ذلك لعلكم تشكرون ثم بعثناكم من بعد موتكم ലഅല്ലക്കും തഷ്കുറൂൻ. ആയത്തുകൾ നമ്മൾ നോക്കൂ, വളരെ സാദൃശ്യം ഈ ആയത്തുകൾക്കിടയിലുണ്ട്. ശൈലിയിൽ, പ്രയോഗത്തിൽ, കാര്യങ്ങളിൽ. അത് ഒരേ സമയം പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ആവർത്തിക്കാണ് ഇവർ ചെയ്യുന്നത്. പല തവണയായി ഇവർ അതിക്രമം ആവർത്തിക്കുന്നു. അള്ളാഹു ആകട്ടെ അവൻ്റെ അഫു ആവർത്തിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? അവർ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ പിന്നീട് ചെയ്തതന്നെ. അടുത്ത ആയത്തിന് എടുത്തു നോക്കിയാൽ ഇതിനേക്കാൾ വലിയ അതിക്രമമാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അതിക്രമങ്ങളുടെ തുടർച്ചയാണ് ഇവരടുത്തുള്ളത്. ശൈലികളിലെ ആവർത്തനം ഇത് ഓർമ്മിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. നമുക്ക് അറബി സുബ്ഹാനല്ലാഹ് ഇത് ശരിക്ക് ചെറുപ്പം മുതലേ ഇത് പഠിച്ചിട്ടാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുമായിരുന്നു. നമ്മളെ ഭാഷയിൽ പറയുന്നത് പോലെയല്ലല്ലോ, നമ്മൾ പഠിച്ചെടുത്തിട്ട് കേൾക്കുന്നതാകുമ്പോഴാണ് ഈ തഫ്സീറിൻ്റെ ആവശ്യം വരുന്നത്. ഖുർആനിൻ്റെ ഈ ശൈലി ഭംഗി ആസ്വദിക്കാൻ അറബി ഭാഷ വളരെ അത്യാവശ്യമാണ്. ഇല്ലാത്തൊരാൾക്ക് ഈ തഫ്സീറിൻ്റെ ഈ പറഞ്ഞ സാദൃശ്യങ്ങൾ കണ്ടെത്തുക സാധ്യമല്ല. ഇതിൻ്റെ തഫ്സീറിൽ എന്താ ഉള്ളത്? വദ്കുറു ഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ ലൻ നുസദ്ദിഖക ഫി അന്നൽ കലാം അല്ലദി നസ്മഉഹു മിൻക ഹുവ കലാമുല്ലാഹ്. അല്ലയോ മൂസ, ഞങ്ങൾ നിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഈ സംസാരം അത് അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നീ ഞങ്ങളോട് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ സംസാരത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഹത്താ നറല്ലാഹ ഇയാനൻ, ഏതുവരെ? ഞങ്ങൾ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ. ഇയാൻ എന്ന് പറഞ്ഞാൽ നേരെ കണ്ണുകൊണ്ട്. തഫ്സീർ എടുത്തു നോക്കിയാൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഈ പറഞ്ഞ കാര്യത്തിൽ രണ്ട് തഫ്സീറുകൾ കാണാം. രണ്ട് കാരണങ്ങൾ പറയപ്പെട്ടതായി കാണാം. ഒന്ന്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൗറാത്ത് ലഭിക്കുന്നതിന് വേണ്ടി 40 ദിവസത്തേക്ക് ഇവിടെ പോയി, സീനാ പർവ്വതത്തിലേക്ക് പോയി. സംഭവം അറിയാം അല്ലേ? നമ്മൾ കഴിഞ്ഞ തവണ വിശദീകരിച്ചു. ആ സമയത്താണ് അവർ പശുക്കുട്ടി ആരാധിച്ചത്. ഒരു തഫ്സീർ അതാണ്.
ഒരു തഫ്സീർ അവർ പറഞ്ഞു, മൂസാ നബി അലൈഹി വസല്ലം തൗറാത്ത് സ്വീകരിക്കാൻ പോയി തിരിച്ചു വന്നു, തൗറാത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് തൗറാത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അത് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിൽ കാണാൻ സാധിക്കണം. നേരിൽ കാണുന്നത് വരെ ഈ തൗറാത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ആണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം അല്ലാഹു അലം, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പോലുള്ള ചരിത്രകാരന്മാരിൽ പലരും കൊടുത്ത വിശദീകരണം, പല തഫ്സീറുള്ള സംഭവം കാണാം. അത് ഹദീസായി വന്നിട്ടില്ല, ഇസ്രാഈലിയത്തുകളിലുള്ളതാണ്. ഏതാണ്ട് ഈ നിലനിൽക്കുന്ന ഇപ്പോഴുള്ള പഴയ പുസ്തകത്തിലും അത് തന്നെ ഉള്ളത്, പഴയ നിയമത്തിലും അത് തന്നെ ഉള്ളത്. അതായത് ഈ ചരിത്രം ഈ രൂപത്തിലാണുള്ളത്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകാർ വിഗ്രഹത്തെ ആരാധിക്കുകയും അവർ ഈ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവരോട് തൗബ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്ന് 70 ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തു, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളെ. എന്നിട്ട് അവരുമായി അദ്ദേഹം സീനാ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. അവരോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തൗബ ചെയ്യാൻ വേണ്ടി, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി ഈ 70 ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് സീനാ പർവ്വതത്തിലേക്ക് അദ്ദേഹം പോയി. വിശുദ്ധ ഖുർആനിൽ അതിന് സൂചനയുണ്ട്. സൂറത്തു അൽ അറാഫിലെ 155-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിന. വഖ്താറ മൂസ അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ, തൻ്റെ ജനതയിൽ നിന്ന് 70 ആളുകളെ മൂസാ നബി തിരഞ്ഞെടുത്തു. ലിമീഖാതിന, നാമുമായി കണ്ടുമുട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി. ഫലമ്മ അഖദത്ഹുമുർ റജ്ഫതു, അല്ല അവിടെ റജ്ഫ വന്നിട്ടുള്ളത്. പിന്നീട് അവരെ ഈ പ്രകമ്പനം പിടികൂടി. അവർ പറഞ്ഞു, അല്ലാഹു അലം, എൻ്റെ ചരിത്രത്തിലുള്ളത് ഇങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തഫ്സീറിലുള്ളത് ഈ 70 ആളുകളുമായി അദ്ദേഹം പോയി അള്ളാഹുവുമായി സംസാരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിനും അവർക്കും ഇടയിൽ മറയിടപ്പെട്ടു. അദ്ദേഹം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേട്ടതിന് ശേഷം ഈ മറയിൽ നിന്ന് പുറത്തു വരികയും അവരോട് ഈ കൽപ്പനകൾ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിൽ കാണാം, അല്ലാതെ വിശ്വസിക്കില്ല. ഈ 70 ആൾക്കാരെ തിരഞ്ഞെടുത്ത് പോയത് അവർ കൂട്ടത്തിലെത്തും നല്ല ആളുകൾ, അവരായിട്ടാണ് ഈ പോയത്. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിനെ നേരിൽ കാണാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഫഅഖദത്ഹുമുർ റജ്ഫ, അവരെ ഈ പറഞ്ഞ പ്രകമ്പനം പിടികൂടി 70 ആളുകൾ മരിച്ചു. പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് അല്ലാഹു അലം, ഇത് ഹദീസായി വന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇൻഷാ അല്ലാഹ് റസൂൽ തഫ്സീർ എടുക്കുമ്പോൾ നമ്മൾ വിശദീകരിക്കാം. പിന്നെ തഫ്സീറുകൾ, പൊതുവെ ഇസ്രാഈലിയാത്തുകൾ, ഈ പഴയ കാലത്തുള്ള കഥകൾ നേർക്ക് നേരെ ഖുർആനിന് എതിരാകുന്നില്ലെങ്കിൽ ഇത് പറയാമെന്നാണ്. ഖുർആനിൽ വന്നതുപോലെ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആയത്ത് മനസ്സിലാക്കുന്നതിന് ചിലപ്പോൾ സഹായിക്കുമെന്ന് മാത്രം. ഒരു കഥ പോലെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പിന്നീട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ ഈ 70 അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല 70 ആളുകളെ കൂട്ടിയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അവരെ നീ നശിപ്പിച്ചാൽ അഫതുഹ്ലികുനാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ വിഡ്ഢികൾ പ്രവർത്തിച്ച് ഞങ്ങളെ ഒന്നാകെ നശിപ്പിച്ചാൽ ഞാൻ ബനൂ ഇസ്രായേലിലേക്ക് എങ്ങനെ തിരിച്ചു പോകും ഈ 70 ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞത് ചില കിതാബുകളാണ്, ഞാൻ പറഞ്ഞത് വിശ്വസിക്കുകയില്ല ഈ 70 ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ അതിനാണ് പിന്നീട് അവരെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. 2 തഫ്സീറുള്ളത് ഞാനിത് പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിൽ കഥ മിസ്സായി പോകരുത്. 2 തഫ്സീർ. അതൊക്കെ 2 തഫ്സീർ. ഒന്ന്, അവർ വിഗ്രഹത്തെ ആരാധിച്ച് സന്ദർഭത്തിൽ മൂസാ നബി തൗറാത്തുമായി വന്നപ്പോൾ ഒരു തൗറാത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, തൗറാത്ത് ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കില്ല, എനിക്ക് നേരിട്ട് കാണണം. രണ്ടാമത്തെ തഫ്സീർ അതാണ് അല്ലാഹു അലം, പല തഫ്സീർ കിതാബുകളിലുള്ളത്. ഇബ്നുൽ ഖയ്യിം ഒക്കെ അത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തഫ്സീർ ഞാനീ പറഞ്ഞതാണ്. അത് ഈ 70 ആളുകളെയും തിരഞ്ഞെടുത്തുകൊണ്ട് സൂറത്തുൽ അറാഫിൽ 155-ാമത്തെ ആയത്തിൽ വന്ന ഈ ചരിത്രം. 70 ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം മല കയറി. അപ്പോൾ ഈ 70 ആളുകൾ പറഞ്ഞു, അള്ളാഹുവിനെ കാണാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല. ഫനസലത് നാറു മിന സമായി റഅയ്തുമൂഹ ബിഅയൂനിക്കും, അപ്പോൾ ആകാശത്ത് നിന്നൊരു തീ വന്നിറങ്ങി, അഗ്നി വന്നിറങ്ങി. റഅയ്തുമൂഹ, നിങ്ങളത് കണ്ടു. ബിഅയൂനിക്കും, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും മുശ്രിക്കുകൾ
അവർ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. അതായത് പരിഹസിക്കുന്ന വിധത്തിലുള്ള മലക്കുകൾ ഇറങ്ങണം, അല്ലെങ്കിൽ ആകാശത്തിന് ഒരു കിതാബ് എടുത്തു കൊടുത്തു തരണം, അല്ലെങ്കിൽ ആകാശത്തിലേക്ക് ഒരു കോണി ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ നിനക്കൊരു സ്വർണത്തിൻ്റെ കൊട്ടാരം വേണം, അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കി തരണം. ഇതൊക്കെ മുശ്രിക്കുകൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ മക്കയിലുണ്ടായിരുന്ന. പക്ഷേ ഈ പറഞ്ഞ ഇതൊക്കെ അവർ ചോദിച്ചു എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു മറുപടി നൽകിയിട്ടില്ല. അതായത് നേർക്കേറെ ഒന്നും ശിക്ഷയായി ഇറക്കിയിട്ടില്ല. ഇത്തരം ചോദ്യങ്ങളിൽ പലതിനും പഴയ കാലക്കാർക്ക് ചിലത് അള്ളാഹു പുറത്തു കൊടുക്കുകയും മറ്റു ചിലതിന് പകരം ശിക്ഷ ഇറക്കുകയാണ് ചെയ്തത്. ചോദ്യത്തിന് പകരമായിട്ട് ഇവിടെ അവർ നേരിൽ കാണാൻ പറഞ്ഞത് അള്ളാഹുവിനെ നിൽക്കാണെന്ന് പറഞ്ഞത്. വന്നത് എന്താണ്? ശിക്ഷയാണ്, സാഇഖത്താണ് വന്നത്, കഠിനമായ ശിക്ഷയാണ് വന്നത്. കാരണം അത് അദബില്ലാത്ത ചോദ്യമായിരുന്നു. അങ്ങേയറ്റത്തെ മര്യാദകേടായിരുന്നു ഒരു നബിയോട് അവർ പുലർത്തിയത് എന്നൊരു സംശയമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അവിടുന്ന് പറയുമായിരുന്നു, റഹിമല്ലാഹു മൂസ ഫഖദ് ഊദിയ അക്സറ മിൻ ഹാദ. അള്ളാഹു മൂസയോട് കരുണ കാണിക്കട്ടെ, അദ്ദേഹം ഇതിനേക്കാൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്. എന്ത് കടുത്ത ഉപദ്രവമാണ് അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്തത് എന്ന് നോക്കൂ. ഖുർആനിൽ തന്നെ ഇതേ കാര്യം അള്ളാഹു സൂറത്ത് ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. നബിയെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന്. എവിടെ വന്നിട്ടുള്ളത്? സൂറത്ത് ബഖറയിലുണ്ട്. എവിടെ അല്ലേ? അയ്യോ അഹ്സൻത. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ൽ. നിങ്ങളുടെ റസൂലിനോട് മൂസാ നബിയോട് ബനൂ ഇസ്രായീലുകാർ ചോദിച്ചതുപോലെ ചോദിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? മുസ്ലിങ്ങളോട് അള്ളാഹു ഈ പറഞ്ഞ ചരിത്രമൊക്കെ പറഞ്ഞതിന് ശേഷം അത് വന്നിട്ടുള്ളത്. സൂറത്ത് അൽ ബഖറ 100-ാമത്തെ ആയത്തുകൾക്ക് ശേഷമാണ് ഇത് കാണാൻ പറ്റും. 104-5 ആയത്തിലിട്ട് അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ൽ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും ബനൂ ഇസ്രായീലുകാരുടെ കടുത്ത നിഷേധം എന്തായിരുന്നു. ഒരു നബിയോട് എങ്ങനെയാണ് ഒരാൾക്കിത് അവൻ്റെ വായ കൊണ്ട് പറയാൻ സാധിക്കുക? അത്ര കഠിനമായ വാക്കാണ് അവർ മൂസയോട് പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കൂല അള്ളാഹിനെ കാണുന്നത് വരെ എന്ന് പറഞ്ഞത്. ഫഖതലത്കും ബിസബബി ദുനൂബിക്കും. അങ്ങനെ നിങ്ങളുടെ തിന്മകൾ കാരണത്താൽ ആ ഇടുത്തി നിങ്ങളെ കൊന്നുകളഞ്ഞു. വജുറഅതികും അലല്ലാഹ്, അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ ധിക്കാരം കാരണത്തെ. ജുറഅത്ത് എന്ന് പറഞ്ഞാൽ കഠിനമായ ധൈര്യത്തിനാണ് പറയാം. ജുറഅത്ത് ശരിക്കും ധൈര്യത്തിനാണ് പറയാം. പക്ഷെ അള്ളാഹുവിനോടുള്ള ജുറഅത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു പേടിയില്ലായ്മ, ഒരു കടുത്ത ധിക്കാരം റബ്ബിനോട് ചോദിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ മരിപ്പിച്ചു. സുമ്മ അഹ്യൈനാക്കും, പിന്നീട് നാം നിങ്ങളെ എന്താ തഫ്സീർ? സുമ്മ അഹ്യൈനാക്കും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? പിന്നീട് നാം നിങ്ങളെ ജീവിപ്പിച്ചു. മിൻ ബഅദി മൗതിക്കും ബിസ്സാഇഖ, സാഇഖത്ത് അതായത് ഇടുത്തി കൊണ്ട് നിങ്ങൾ മരിച്ചതിന് ശേഷം പിന്നീട് നാം നിങ്ങളെ ജീവിപ്പിച്ചു. സൂറത്തുൽ ബഖറയിൽ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ. മരിച്ചതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെട്ട 5 ചരിത്രമുണ്ട്. അതിൽ ഒന്നാമത്തെ ചരിത്രം ഇതാണ്. ഇതെവിടെയാണ് തുടങ്ങുന്നത്? രണ്ടാമത്തെ ചരിത്രം അല്ല രണ്ടാമത്തെ പശുവിൻ്റെ ശേഷമുള്ള സംഭവം, ആ പശുവിനെ കൊണ്ടടിച്ചെന്നുള്ളത്. മൂന്നാമത്തേത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ല മൂന്നാമത്തേതല്ല. മൂന്നാമത്തേത് ഇത് അല്ല, അതിന് തൊട്ട് മുൻപ് ഇബ്രാഹിം നബിൻ്റെ തൊട്ട് മുൻപുള്ള ഏതാ? ഔക്കല്ലദീ മറ അലാ ഖറിയത്ത്. ഉസൈറാണെന്ന് അഭിപ്രായമുണ്ട് അലൈഹിസ്സലാം. ഒരു മനുഷ്യൻ കഴുതയേറ്റ് യാത്ര ചെയ്ത ആൾ, ആ സംഭവം. നാലാമത്തേത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ആ പക്ഷിയെ പുനരുജ്ജീവിപ്പിച്ച സംഭവം. 5 അലം തറ ഇലല്ലദീന ഖറജു മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത്. ബനൂ ഇസ്രായേലിൽ ആയിരക്കണക്കിന് ആളുകൾ പ്ലേഗ് പേടിച്ചിട്ട് നാട് വിട്ടുപോയത്. അപ്പോൾ അവർ മരിച്ചു, അവരെ പുനരുജ്ജീവിപ്പിച്ചു എന്ന സംഭവം. 5 സംഭവം ഖുർആനിൽ സൂറത്തുൽ ബഖറയിലുണ്ട്. മരിച്ചതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെട്ട സംഭവം 5. ഏതൊക്കെയാണ്? ഒന്നിവിടെ ബനൂ ഇസ്രായേലുകാർ അവർക്ക് ഇടുത്തി വന്നു പതിച്ചു, അവർ മരിച്ചു, പിന്നീട് പുനരുജ്ജീവിച്ചു. 2
പശുവിൻ്റെ ശരീരം കൊണ്ട് അടിക്കാൻ പറഞ്ഞു. അതിൽ ബനൂ ഇസ്രായേലുകാർ കൊന്നൊരു മനുഷ്യനായിരുന്നു. ഇൻഷാ അല്ലാഹ് ചരിത്രം പിന്നീട് വരും. അയാളെ പുനരുജ്ജീവിച്ചത്. മൂന്നാമത്തേത് ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹമാണെന്ന് അഭിപ്രായമുണ്ട്, ആയത്തിൽ നിർക്കാറില്ല. അദ്ദേഹം യാത്ര ചെയ്യുന്ന വേളയിൽ സംഭവിച്ചു എന്ന് പറയും. 4 ഇബ്രാഹിം നബി അദ്ദേഹത്തിന് പക്ഷിയെ പുനരുജ്ജീവിപ്പിച്ചത്. 5 ഒരു ജനത ഒന്നാകെ യാത്ര പോയപ്പോൾ അവർ മരിച്ചത്. ഇൻഷാ അല്ലാഹ് ഓരോന്നും ആ സമയത്ത് പിന്നീട് വരുന്നതാണ്. ലിതഷ്കുറു നിഅമത അല്ലാഹി അലൈക്കും. എന്തിനാണ് അള്ളാഹു നിങ്ങളെ ഇങ്ങനെ ജീവിപ്പിച്ചത്, വീണ്ടും ജീവിപ്പിച്ചത്? നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്. ഫഹാദൽ മൗത്ത് ഉഖൂബത്തുൽ ലഹും. ഈ മരണം നിങ്ങൾക്കുള്ള ശിക്ഷയായിരുന്നു. നിങ്ങളെ മരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ ശിക്ഷയായിരുന്നു. നിങ്ങളുടെ അവസാനത്തെ മരണമായിരുന്നില്ല, ഇതൊരു ശിക്ഷയായി വന്നതാണ്. നിങ്ങൾക്ക് ഒരു ശരിയായ മരണം അത് സംഭവിച്ചാൽ പിന്നെ മനുഷ്യൻ തിരിച്ചു വരില്ല. ഇതൊരു ശിക്ഷയുടെ ഭാഗമായിരുന്നു. സുമ്മ ബഅസഹുമുല്ലാഹു ലിസ്തിഫാഇ ആജാലിഹിം. പിന്നീട് അള്ളാഹു അവരുടെ അവധി പൂർത്തീകരിക്കുക. ഇസ്തിഫ എന്ന് പറഞ്ഞാൽ അവധി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. വഫ കണ്ടിട്ടില്ല, വഫ പൂർത്തീകരിക്കാൻ. ഔഫു ബിൽ ഉഖൂദ്, അതുപോലെ തന്നെ ലദീന യൂഫൂന ബിഅഹ്ദില്ല, അതിന് വന്നാണ്. ഇസ്തിഫ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കാൻ വേണ്ടി, പൂർണ്ണമാക്കൽ. ഇസ്തിഫ അജാൽ, നിങ്ങളുടെ അവധി, നിങ്ങളുടെ ആയുസ് നിങ്ങൾ പൂർണ്ണമായി ജീവിക്കുന്നതിനു വേണ്ടി അള്ളാഹു പിന്നീട് നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. എൻ്റെ ഈ ആയത്തിൽ പറഞ്ഞ സംഭവം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് ബനൂ ഇസ്രായേലുകാർ അവർ അള്ളാഹുവിനെ നേരിൽ കാണാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് ആവശ്യപ്പെട്ടു. അതിനുള്ള ശിക്ഷയായി അവർക്ക് ഇടുത്തി വന്നിറങ്ങി. അവരിൽ ധാരാളം പേർ മരണപ്പെട്ടു. പിന്നീട് അള്ളാഹു അവരെ പുനരുജ്ജീവിപ്പിക്കുകയും അവർ നന്ദി കാണിക്കുന്നതിന് വേണ്ടി അവരുടെ ഈ ശിക്ഷ അള്ളാഹു എടുത്തു നീക്കുകയും ചെയ്തു. ഇതാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ള സംഭവം. ഇതിൽ നമ്മൾ പറഞ്ഞു, ഈ ആയത്ത്, ഈ സംഭവം ഉണ്ടാകാനുള്ള കാരണം 2 കാരണങ്ങളിൽ ഒന്നാണ്. ഒന്നല്ലെങ്കിൽ തൗറാത്ത് അവർ സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ്. തൗറാത്ത് കൊണ്ടുവന്നപ്പോൾ ഒരു തൗറാത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതല്ലെങ്കിൽ 70 ആളുകളുമായി അദ്ദേഹം പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ അവർ, കിതാബുകൾ പലതിലും പല സംഭവങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഞാനത് പറയുന്നില്ല. പഴയ പുസ്തകത്തിൽ ഇത് യഹൂദരുടെ നന്മയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞത്, പിന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പറഞ്ഞു, മൂസയോട് പറഞ്ഞു, ഇനി ഈ ശബ്ദം കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും, അതുകൊണ്ട് ഇത് ഞങ്ങളെ കേൾപ്പിക്കരുത്, നീ ഞങ്ങളുടെ മധ്യസ്ഥനാകണമെന്ന് പറഞ്ഞു എന്നാണ്. കഥ അവർ ഭയങ്കരമായി തിരിച്ചു മറിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട സമൂഹമാണ് ഞങ്ങൾ എന്നാണ് അതിലുള്ളത്. ബനൂ ഇസ്രായേലുകാർ അവരുടെ തൗറാത്ത് അതിനു മാത്രം അവർ വക്രീകരിച്ചിട്ടുണ്ട്. നബിമാരോടുള്ള ദേഷ്യം അവർ തൗറാത്തിൽ തീർത്തിട്ടുണ്ട്. അവരുടെ ഈ ജനതയോടുള്ള അവരുടെ ഈ അഹങ്കാരം ജൂതരിൽ ഇപ്പോഴും നിങ്ങൾക്കത് കാണാം. ഇപ്പോഴും അത് നിങ്ങൾക്ക് കാണാം. അവരുടെ ഈ വർഗീയത, ഈ പറയുന്ന ബനൂ ഇസ്രായേലുകാരിൽ ജനിച്ചു, ഞങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സന്തതികളാണ് എന്ന ഈ ചിന്താഗതി അവർക്ക്. അതുകൊണ്ട് മനുഷ്യരെ എത്ര കൊന്നാലും ഇവർക്ക് യാതൊരു പ്രശ്നവും തോന്നിക്കാത്തത്. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരൊന്നും മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ മോശമാണ്. അവർ കൊല്ലുന്നതിൽ യാതൊരു പ്രശ്നവും അവർ കാണുന്നില്ല. അവരുടെ മനസ്സിൽ അത് യാതൊരു കരുണയും ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ഇതാണ്. അള്ളാഹു ആയിട്ട് ഖുർആനിൽ പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് സത്യമാണെങ്കിൽ ഫതമന്നഉൽ മൗത്ത്, നിങ്ങൾ മരണം ആഗ്രഹിക്കും. എൻ്റെ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കാത്തത്? നിങ്ങൾ മരിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആയിക്കോട്ടെ. ഫതമന്നഉൽ മൗത്ത് വല യതമന്നഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം. ഒരിക്കലും മരണം ആഗ്രഹിക്കുകയില്ല, ഒരിക്കലും അവർ മരണം കൊതിക്കുകയില്ല. മാത്രം അള്ളാഹു പറഞ്ഞു, തജിദന്നഹും അഹറസൻ നാസി അലാ ഹയാ വമിനൽ ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. യഹൂദരെ കുറിച്ചാണ് അള്ളാഹു ഇത് പറഞ്ഞത്. അവർ ജീവിതത്തോട്, ജീവനോട് ഇത്രയും കൊതിയുള്ള മറ്റൊരു ജനതയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. യഹൂദരും ബഹുദൈവാരാധകരും പോലെ അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് 1000 കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. 1000 കൊല്ലം ജീവിച്ചാൽ അത്രയും കഠിനമായ ആഗ്രഹത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, അവർ ലാ യുഖാതിലൂനക്കും ഇല്ലാ ഫി ഖുറ മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ ബഅസുഹും ബൈനഹും ഷദീദ്. യഹൂദരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്. ഒരിക്കലും അവർ കോട്ടക്കുള്ളിൽ നിന്നുകൊണ്ടോ മതിലുകൾക്ക് പുറകിൽ നിന്നുകൊണ്ടോ അല്ലാതെ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. നേർക്കേറെ അവർ ഒരിക്കലും യുദ്ധം ചെയ്യില്ല.
സുബ്ഹാൻ, ഈ ആയത്തെ മുന്നേ വായിച്ച സന്ദർഭത്തിൽ വിചാരിച്ചു ഇക്കാലത്ത് ഒരു യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ഇക്കാലത്തും അതിശക്തരായ രാജ്യങ്ങളുടെ സംരക്ഷണ വാഗ്ദാനങ്ങൾക്ക് പിറകിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു യുദ്ധത്തിന് വരില്ല. ഇവരൊരിക്കലും നേരിട്ട് യുദ്ധത്തിന് വരില്ല. വലിയ വലിയ സാമ്രാജ്യത്വങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു യുദ്ധം ചെയ്യുള്ളൂ. ഒരിക്കലും ഇവർ നേർക്ക് നേരെ യുദ്ധത്തിൽ ഇറങ്ങുകയില്ല. ഇവർ മതിലുകൾക്ക് പുറകിലും പരിപൂർണ സുരക്ഷിതമായ കോട്ടകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പഴയ കാലം മുതൽ ജൂതരുടെ സ്വഭാവമാണ് ഈ കോട്ട ഉണ്ടാക്കി വെക്കുക, ഇന്നത് ബങ്കറാന്ന് മാത്രം. അവരല്ലാതെ ഒരിക്കലും നേർക്ക് നേരെ യുദ്ധത്തിന് വരാന്നുള്ള അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതേ അല്ല. ഇങ്ങനെ ജനങ്ങളെ, ദുർബലരായ ജനങ്ങളെ കിട്ടിയാൽ അടിച്ചമർത്തത് പഴയ കാലം മുതൽ ഇവരുടെ സ്വഭാവമാണ്. സൂറത്ത് അൽ ബഖറ വായിച്ചു കഴിഞ്ഞാൽ യഹൂദർ അവരുടെ നിലവിലെ അവസ്ഥ കാണുമ്പോൾ ഒരു അത്ഭുതം ഒരാൾക്ക് തോന്നില്ല. കാരണം അവർ ഇതിനു മുൻപ് ചെയ്തു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങൾ അത്രയുണ്ട്. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇവർ ഭൂമിയിൽ പിന്നെ ചിന്തിച്ച കുതന്ത്രങ്ങളെല്ലാം നടപ്പിലായിരുന്നെങ്കിൽ ഭൂമി തന്നെ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ഇവരാലോചിച്ച് വെച്ച കുതന്ത്രങ്ങൾ, ഇവരുടെ പിന്നെ തന്ത്രങ്ങളെല്ലാം നടപ്പിലായിരുന്നെങ്കിൽ ഭൂമി തന്നെ ബാക്കിയാകുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ കാവലുകൊണ്ടാണത് നിലനിൽക്കുന്നത് എന്ന് ജൂതരെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം. ബനൂ ഇസ്രാഈൽ, സൂറത്തു ഇസ്രാ, ഇതേപോലെ തന്നെ ഇവരുടെ ചരിത്രം വിവരിക്കുന്ന ധാരാളം ഭാഗങ്ങൾ അതിലുണ്ട്. ശരി, ഒരു ചോദ്യമുണ്ട്. ബനൂ ഇസ്രായേലുകാർ പറഞ്ഞു, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, അള്ളാഹുവിനെ നേർ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, റബ്ബി അരിനി അൻദുർ ഇലൈക്, അള്ളാഹുവെ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ നീ അവസരം തരണം. രണ്ടുപേരും അള്ളാഹുവിനെ കാണാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ വ്യത്യാസം? മൂസാ നബി അലൈഹിസ്സലാം ഒരു വ്യത്യാസം അതാണ്, പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്. ഒന്ന്, ബനൂ ഇസ്രായേലുകാർ അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് വിശ്വാസത്തിനുള്ള നിബന്ധനയായിക്കൊണ്ട്, കണ്ടിട്ടില്ലേ ഞങ്ങൾ വിശ്വസിക്കില്ല. അത് വാശിയുടെയും ധിക്കാരത്തിൻ്റെയും ചോദ്യമാണ്. സുആലു തഅന്നുത്തിൻ വസ്തിക്ബാർ, അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ചോദ്യമാണത്. ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ്, അള്ളാഹുവിനെ കാണുന്നത് വരെ വിശ്വസിക്കുകയില്ല, കണ്ടാലേ വിശ്വസിക്കൂ. അത് ധിക്കാരമാണ്. എനിക്ക് പറഞ്ഞത് ലഭിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നത് ധിക്കാരമാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചോദ്യം സുആലു മഹബ്ബത്തിൻ ഉഷ്തിയാഖ്, മൂസയുടെ ചോദ്യം അലൈഹി സ്വലാത്തു വസ്സലാം ഇഷ്ടത്തോടും ആഗ്രഹത്തോടും കൊതിയോടെയുമുള്ള ചോദ്യമാണ്. റബ്ബി അരിനി അൻദുർ ഇലൈക്, അദ്ദേഹം അള്ളാഹുവിൻ്റെ സംസാരം കേട്ട ആളാണ്. റബ്ബി അരിനി അൻദുർ ഇലൈക്, അള്ളാഹുവെ നീ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തന്നാലും ഞാനൊന്ന് നിന്നെ നോക്കിക്കോട്ടെ. ആ ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് കിബറിൻ്റെ ചോദ്യമാണ്, രണ്ട് മഹബത്തിൻ്റെ ചോദ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വ്യത്യാസം, അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യം മുസ്ലിം ഉമ്മത്തും ചോദിച്ചിട്ടുണ്ട്, സഹാബികൾ ചോദിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ രൂപത്തിൽ. എങ്ങനെ ചോദിച്ചത്? അദ്ദേഹം പറഞ്ഞു അങ്ങനെ അവർ ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ശിക്ഷ അവരുടെ മേലെ ഇറങ്ങുമായിരുന്നില്ല. സഹാബികൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവിടെ ചോദിച്ചു, ഹദീസിലുണ്ട്, ഖുർആനിലിത് നമ്മൾ കേട്ട ഹദീസായിരിക്കും. അള്ളാഹുവിനെ കാണുന്ന അറിയിച്ച ഹദീസ്, അതിൻ്റെ തുടക്കം, ഹദീസിൻ്റെ ചോദ്യം തുടക്കം എങ്ങനെ? സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ, അള്ളാഹുവിൻ്റെ റസൂലെ ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമോ? ഖിയാമത്ത് നാളിലാണ് പറഞ്ഞത്. ഖിയാമത്ത് നാൾ കാണാൻ അവസരം ഉണ്ടാവും. ഒന്ന് ആഗ്രഹത്തിൻ്റെ ചോദ്യമാണ്, അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കില്ല, ഒന്നൊരു പറക്കില്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ ഉത്തരം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും യൗമൽ ഖിയാമ കമാ തറൗന അശ്ശംസ എന്ന് തുടങ്ങുന്ന ഹദീസ്. ഔ കമാ തറൗന ഖമർ ലൈലത്തുൽ ബദർ, രാത്രിയിൽ നിങ്ങൾ ഒരു മേഘങ്ങളില്ലാത്ത രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നതാണ്. അവർക്ക് ശിക്ഷയല്ല ഇറങ്ങിയത്, അവർക്ക് സന്തോഷ വാർത്തയാണ് ലഭിച്ചത്, നിങ്ങൾ കാണും.
നമുക്ക് ചോദ്യത്തിൻ്റെ രീതി രണ്ടുപേരുടെ ചോദ്യത്തിൽ വ്യത്യാസമുണ്ട്. ഒരു ചോദ്യം ധിക്കാരത്തിൻ്റേതാണ്. സമാനമായ ചോദ്യം സഹാബികൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യം എന്താണ്? വളരെ മാന്യമായ ചോദ്യമാണ്, മനോഹരമായ ചോദ്യമാണ്. മാത്രമല്ല ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച മനോഹരമായ ഹദീസുകളിലൊന്ന് ഈ ഹദീസാണ്. അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നതാണ് എന്ന ഹദീസാണ്. സഹാബികളും ബനു ഇസ്രായേലുകാരും തമ്മിലുള്ള വ്യത്യാസം അതിലുണ്ട്. അതുകൊണ്ട് ഈ സൂറത്തുൽ ബഖറയുടെ അകക്കാമ്പിൽപ്പെട്ടതാണ് സഹാബികൾക്കുള്ള പ്രശംസ. ബനു ഇസ്രായേലുകാർ ആക്ഷേപിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഈ സൂറത്തിലുണ്ടെങ്കിൽ അതേസമയം ഇതെന്ത് ചെയ്യുന്നുണ്ട്? സഹാബികളെ പുകഴ്ത്തുന്നുണ്ട്. കാരണം ഇതൊന്നും സഹാബികൾ ചെയ്തിട്ടില്ല. അവരിതിൻ്റെയൊക്കെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റിലുണ്ടായിരുന്നത്. ഇവർ മൂസാ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നബിയെ ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. ഇവർ അള്ളാഹുവിനെ ഇങ്ങനെ കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ സഹാബികൾ ഇങ്ങനെയാണ് ചോദിച്ചത്. അവർ വിഗ്രഹത്തെ ആരാധിച്ചപ്പോൾ ഇവർ വിഗ്രഹം തകർക്കുകയാണ് ചെയ്തത്. വിഗ്രഹം അവർ പോയിട്ട് തകർക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിന് പറഞ്ഞു ലഭിച്ച സമയത്ത് ഹദീസിൽ വന്ന് അലി ഇബ്നു അബീ ത്വാലിബൊക്കെ ചെയ്തത്, ധാരാളം സഹാബികൾ ചെയ്തത് വിഗ്രഹങ്ങളെ പോയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. സഹാബികളും ബനു ഇസ്രായേലുകാരിലെ ആദ്യകാലക്കാരും തമ്മിലുള്ള വ്യത്യാസം അതിൽ പ്രകടമാണ്. അപ്പോൾ അത് ഒരു വ്യത്യാസമാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ബയാൻ തൽബീസുൽ ജഹ്മിയ്യയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൽ അഖീദപരമായ മറ്റൊരു പാഠം കൂടിയുണ്ട്. ഒന്നിലധികം പാഠങ്ങളുണ്ട്. അതിലൊന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു അരിന അല്ലാഹ ജഹറ എന്ന ഇവരുടെ ഈ വാക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയാത്തൊരുത്തൻ്റെ വായിൽ നിന്ന് മാത്രം വരേണ്ട വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വവും അള്ളാഹു എത്ര വലിയവനാണ്, അവൻ്റെ മഹത്വവും അവൻ്റെ സ്ഥാനവും അവൻ്റെ പദവിയും മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും ഈ വാക്ക് പറയുമായിരുന്നില്ല. അതോടൊപ്പം സ്വന്തം ദുർബലതയും മനുഷ്യനെത്ര എന്തുകൊണ്ടാണ് ദുനിയാവിൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം പണ്ഡിതന്മാർ ചിലർ രേഖപ്പെടുത്തിയത്, ദുനിയാവിൽ മനുഷ്യൻ തീരെ ദുർബലമാണ്, സാധിക്കില്ല, ഈ കാഴ്ച താങ്ങാൻ അവന് സാധിക്കുകയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സംഭവിച്ചതുപോലെ അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ് ചെയ്തത്. കാരണം മനുഷ്യർക്ക് ദുനിയാവിൽ അവനെ അള്ളാഹു പഠിച്ചിട്ടുള്ളത് വളരെ ദുർബലനായിക്കൊണ്ട്. സ്വർഗത്തിലെത്തിയാൽ അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന വിധത്തിലേക്ക്, അതിന് സാധിക്കുന്ന വിധത്തിലേക്ക് അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് അവരുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു അതിന് ഉള്ള കഴിവ് നൽകുകയും ചെയ്യുന്നത്. ഇവിടെ മനുഷ്യൻ അത്രയും ദുർബലനാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേക്കാണ്, അള്ളാഹു ആരാണെന്നും അവർക്ക് മനസ്സിലായിട്ടില്ല, അവർ ആരാണ് എന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള നല്ല അദബ് പാലിക്കണോ, നീ അള്ളാഹുവിനെ അവൻ്റെ അസ്മാകളിൽ നിന്നും സിഫാത്തുകളിൽ നിന്നും മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹു ആരാണെന്ന് അറിയാത്തവനാണ് അള്ളാഹുവിനോട് മര്യാദയില്ലാത്ത വാക്ക് സംസാരിക്കുക. അള്ളാഹുവിനെ അറിയേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ആയത്തിലുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ഹിദായത്തുൽ ഹയാറ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞേക്കാണ്. മറ്റൊരു പാഠം ബഅസ്, പുനരുദ്ധാനമുണ്ട് എന്നതിനുള്ള തെളിവാണ്. മരിച്ചതിന് ശേഷം അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. ഇത് ദുനിയാവിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആഖിറത്തിൽ എന്തുകൊണ്ട് സംഭവിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബനൂ ഇസ്രായേലുകാർക്ക് പ്രത്യേകമായും പിൽക്കാലത്തുള്ള ആളുകൾക്ക് മൊത്തത്തിലും ഇതിലൊരു വലിയ പാഠമുണ്ട്. പരലോകമുണ്ടാകുന്നതാണ്. കാരണം അവരെ കൺമുന്നിൽ അവർ മരിച്ച ആൾ പുനരുജ്ജീവിക്കുകയാണ്. പരലോകമുണ്ട് എന്ന കാര്യം അവരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളിലൊന്നായിരുന്നു ഈ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊരു പാഠം അല്ലെങ്കിൽ മര്യാദ പഠിക്കാനുള്ളത് ചോദ്യത്തിൽ പാലിക്കേണ്ട മര്യാദയാണ്. ദീനിൻ്റെ വിഷയം പ്രത്യേകിച്ച് നബിമാർ അവരോട് ചോദിക്കുമ്പോൾ അദബോടുകൂടിയാണ് ചോദിക്കേണ്ടത്. ദീനിൻ്റെ വിഷയം ചോദിക്കേണ്ടത് അദബിലാണ് എന്നതിനുള്ള പാഠം ഇതിലുണ്ട്. എനിക്കിന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിഷേധിക്കും, എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കി തരണം, എനിക്കിപ്പോൾ ബോധ്യപ്പെടണം എന്ന് പറയുന്നത് ഒരുത്തൻ്റെ വിവരക്കേടാണ്. ചില സന്ദർഭത്തിൽ ഒരാൾക്ക് മനസ്സിലാകാനുള്ള അടിസ്ഥാന വിവരമില്ലാത്ത കാര്യമാണ് എങ്കിൽ അയാൾക്കിത് പെട്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക സാധ്യമല്ല. ഖുർആനിലെ ആയത്തുകളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാകട്ടെ അതിലൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് മനസ്സിലായില്ല ഞാൻ കാഫിറാകുമെന്ന് ഒരുത്തൻ പറയുന്നെങ്കിലും വിശ്വാസിയായിട്ടില്ല. അങ്ങനെ നിനക്ക് മനസ്സിലാകാത്ത ഗൈബിയായ കാര്യങ്ങൾ ധാരാളം ദീനിലുണ്ട്.
അവന് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ ഖുർആനിലോ സുന്നത്തിലോ കാണുമ്പോൾ എനിക്കിതിപ്പോൾ ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങ് വിശ്വാസം ഉപേക്ഷിക്കുമെന്ന് അവൻ പറയുന്നുവെങ്കിലും ബനൂ ഇസ്രായേലുകാരുടെ സ്ഥിതിയിലാണ്. അള്ളാഹുവിനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് സമാനമാണ് ആ വർത്തമാനം. അതൊരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച വാക്കല്ല. ഖുർആനിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ഇതിലൊരു അഖീദ പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ കാണുമോ ഇല്ല എന്ന വിഷയം ഈ ആയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ 3 വിഭാഗം ജനങ്ങളുണ്ട്, 3 വിഭാഗം ആൾക്കാരുണ്ട്. ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു അള്ളാഹുവിനെ ദുനിയാവിലും കാണും പരലോകത്തും കാണും. സൂഫികളിലെ പിഴച്ച വിഭാഗക്കാർ അവർ ഈ പറഞ്ഞ മാർഗത്തിലാണുള്ളത്. അവർ പറയുന്നത് ദുനിയാവിലും കാണും പരലോകത്തും കാണും. ദുനിയാവിൽ കണ്ടതിന് ധാരാളം തെളിവുകളുണ്ട്. എന്താ തെളിവ്? ഞങ്ങൾ അങ്ങനെ ഈ പ്രകാശം കണ്ടു, മറ്റേത് കണ്ടു, മറിച്ച്. സൂഫികൾ അവരിൽ പലരും ഒന്നല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നത് അവർ കാണുന്നത് ശൈത്താനെയാണ്, അല്ലെങ്കിൽ അവരുടെ തോന്നലാണ്. പ്രത്യേകിച്ച് സൂഫികളുടെ കാര്യം സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് സാലിഹിൻ്റെ അദ്ദേഹത്തിൻ്റെ ദർസിൽ പറഞ്ഞേക്കാണ്. അത് ചെറിയ എന്തെങ്കിലും ഒരു തോന്നലുണ്ടായാൽ മതി, അതൊക്കെ അവർ അള്ളാഹുവിൻ്റെ പേരിലാക്കി കളയും. ഹക്കാണ് പറഞ്ഞത്, സത്യം. അതായത് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചേരിക്കും അപ്പുറത്ത് കണ്ടത്. അവൻ ചിലപ്പോൾ മനസ്സിലാക്കി ഇത് ഞാൻ കണ്ട അള്ളാഹുവിനെ നിസ്കരിച്ച് ജമാഅത്തായിട്ട് വരുമ്പോൾ കണ്ടില്ലേ. ഒരിക്കൽ മസ്ജിദ് നബിയിൽ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരാൾ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനോട് സംസാരിക്കണം. അപ്പോൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ റമദാൻ ആയിക്കഴിഞ്ഞാൽ അവസാനത്തെ 10 ഉറങ്ങൂല, 24 മണിക്കൂർ ഉറങ്ങൂല. അങ്ങനെ 24 മണിക്കൂർ ഉറങ്ങാതെ ഇരുന്നിട്ട് അയാൾ പറയണത്, ഞാനിവിടെ നിസ്കരിക്കുമ്പോൾ അവർക്ക് ദുആ ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വന്നു, എൻ്റെ മേലൊക്കെ ഇങ്ങനെ നനഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ ഇത് മേലെ റൂഫുണ്ട്, അവിടുന്ന് മഴ ഒരിക്കലും കൊള്ളാൻ പാടില്ല എന്നുള്ളതാണ്, ഇങ്ങനെ നനവ് കെട്ടി എന്നുള്ളതാണ്. പക്ഷേ അയാൾ നിൽക്കുന്ന സ്ഥലം, ഞാൻ തന്നെ പറഞ്ഞത്, നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ അത്രയും സ്ഥലത്ത് വെടവുണ്ട്. മഴ പെയ്താൽ നിങ്ങളെ മേല് വെള്ളം പതിക്കാൻ അത്രയും സ്ഥലം ഉണ്ടായിട്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുക. നോക്കി എത്രയും ചെറിയൊരു കാര്യം, ഒരു മഴ പെയ്തതായിരിക്കാമെന്ന് വിചാരിക്കാൻ, അല്ലെങ്കിൽ അവിടുന്ന് വല്ല ഫാനെന്നോ മറ്റോ വെള്ളം തെറിച്ചതായിരിക്കുമെന്ന് വിചാരിക്കാൻ അത്രയും വഴി ഉണ്ടായിട്ട്, പക്ഷെ അയാൾ വിചാരിച്ച ഇത് അള്ളാഹു അയാൾക്ക് എന്തോ സ്വർഗത്തു നിന്ന് വെള്ളം കൊടുത്തതാണ്. അപ്പോൾ സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം, അവർ പറയുന്നത് ദുനിയാവിലും കാണാം പരലോകത്തും കാണാം. അതാണ് സൂഫികൾ അവരുടെ അഖീദ. പിഴച്ച അഖീദയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിനെ ഒരിക്കലും ദുനിയാവിൽ വെച്ച് കാണുക ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ വിഭാഗം ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അവർ പറഞ്ഞു അള്ളാഹുവിനെ ദുനിയാവിൽ കാണില്ല, ആഖിറത്തിൽ കാണുകയില്ല. അവരാണ് ജഹ്മിയാക്കൾ, മുഅ്തസില, അതുപോലെ തന്നെ ഇന്ന് ഒമാനിലും മറ്റുമൊക്കെ വ്യാപകമായിട്ടുള്ള ഇബാദിയാക്കൾ. അവരുടെ അഖീദ അള്ളാഹുവിനെ കാണുകയില്ല എന്നതാണ്. അത് പറഞ്ഞാൽ ഒരു കാഫിറാവുന്നതാണ് അവരുടെ വിശ്വാസം. ഖവാരിജുകളിലെ പല വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ ഉള്ള അഖീദയിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ ദുനിയാവിലും കാണില്ല, ആഖിറത്തിലും കാണില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ പറയുന്നു ദുനിയാവിൽ അള്ളാഹുവിനെ കാണുന്നതല്ല, അത് സംഭവിക്കുന്നതല്ല. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നത് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതാണ് ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്ന കാര്യം. ദുനിയാവിൽ അള്ളാഹുവിനെ കാണുക എന്നത് ഉണ്ടാകുന്നതല്ല, സംഭവിക്കുന്നതല്ല. പരലോകത്ത് അള്ളാഹുവിനെ കാണുക എന്നത് മുഅ്മിനീങ്ങൾക്ക് ഉറപ്പായും നൽകുന്നതാണ്. ധാരാളം ആയത്തുകൾ അതിന് തെളിവാണ്. അല്ലാഹു പറഞ്ഞു വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസുകളൊക്കെ ഇതിന് തെളിവാണ്. അപ്പം അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾ കാണുന്നതാണ്, സംശയമില്ലാത്ത കാര്യം. ദുനിയാവിൽ അവർ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുക എന്നത്, നേരെ കണ്ണുകൊണ്ട് ദർശിക്കുക എന്നത് ഒരിക്കലും ഉണ്ടാകുന്നതല്ല. കാരണം അത് ഉണ്ടാകണമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കണമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, വമൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് റഅ റബ്ബഹു ഫഖദ് കദബ. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് കളവാണ്, കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് റഅയ്തു നൂറൻ, ഞാനൊരു പ്രകാശം കണ്ടു എന്നാണ്. ആ പ്രകാശം ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതുപോലെ ഹിജാബുഹു അന്നൂർ,
അള്ളാഹുവിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ മറ നൂറാൻ, പ്രകാശമാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. വേറെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു നൂറുൻ എന്ന അറാഹു, പ്രകാശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെ കാണാനാണ് ഇത്? എങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ. അത് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇത് നിഷേധിക്കുക എന്നത് ഗുരുതരമായ അപരാധമാണ്. കാരണം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹരിയുൻ ലിമൻ യുൻകിറു റുഅയത അല്ലാഹി അല്ലാ യറാഹു, അള്ളാഹുവിനെ കാണുക എന്നതിന് നിഷേധിക്കുന്നവർ, അവർക്ക് അള്ളാഹുവിനെ കാണുക എന്ന അനുഗ്രഹം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത അത്രയും അധികമാണ്, ഇത് നിഷേധിക്കുന്ന ആളുകൾ. ഇത്രയുമാണ് ആയത്തിൽ സൂചിപ്പിക്കാനുള്ള ചില പാഠങ്ങൾ. വഹാദ വല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.